ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നതാണ് മട്ടൻ കുറുമ കേട്ടോ. അതിലേക്ക് മട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പൊടിച്ചതാണ് കേട്ടോ. അതിലേക്ക് റെഡിയാക്കാനുള്ളത് ഉള്ളി, പച്ചമുളക്, ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളി, ഇല ഐറ്റംസ്, ഗ്രാമ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പപ്പറിക്കപ്പൊടി, പിന്നെ കോക്കോനട്ട് മിൽക്ക്, തേങ്ങാപ്പാലാണ് കേട്ടോ, പിന്നെ ഗ്രീൻ പീസ്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോവാം. ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ. സബോള ഒന്ന് ശകലം ഉപ്പിട്ട് ബ്രൗൺ ആക്കി എടുക്കുക. മട്ടൻ കുറുമാണ് കേട്ടോ. മട്ടൻ ഞാൻ പൊടിച്ചതാണ്. അതിലേക്ക് ഇല ഐറ്റംസ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഏലക്ക, ഗ്രാമ്പ്, അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ ഇട്ട് നല്ലോണം വശക്കിയെടുക്കുക. ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മട്ടൻ അതിൻ്റെ കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. ഒന്ന് ബ്രൗൺ കളറിൽ വരണം കേട്ടോ. ഉള്ളിയും ഈ മസാല, അതായത് നമ്മുടെ ഈ പൊടിച്ച് വെച്ച മട്ടനും എല്ലാം കൂടെ ഒന്ന് ബ്രൗൺ കളറിൽ വരണം. ബ്രൗൺ കളർ ആയിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്ക് മസാല ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, അത് കഴിഞ്ഞ് കുറച്ച് പപ്പറിക്ക പൗഡറാണ് കേട്ടോ. പപ്പറിക്ക എന്ന് പറയുമ്പോൾ കാശ്മീരി. പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റ് നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ അതൊക്കെ നല്ല ചിക്കാക്കി നല്ല ചുവന്ന കളറായിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി ജ്യൂസ് അടിക്കണം കേട്ടോ. തക്കാളി ഒരു 4 തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. അതിൽ കൂടെ ഒഴിക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല തിളച്ച് വരണം. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് എന്ന് പറയുമ്പോൾ നമ്മളെ ബോട്ടിൽ ഗ്രീൻ പീസ് പുഴുങ്ങിയതാണ് കേട്ടോ. അത് ഒരു ബോട്ടിൽ ഞാൻ എൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയൊന്ന് ക്ലിക്കായി വരണം. പിന്നെ അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ, ബോട്ടിലുള്ള കോക്കനട്ട് മിൽക്കാണ്. തേങ്ങാപ്പാൽ പാകത്തിന് കുറച്ച് ഒരു അര ബോട്ടിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറുമയ്ക്കാണ്, മട്ടൻ കുറുമ. നല്ല വൃത്തിയൊന്ന് ക്ലിക്കാകുക. ഏകദേശം നമ്മുടെ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുതലാളിക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ. പൊറോട്ടയ്ക്കാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അല്ലേ, പൊറോട്ടയ്ക്കുള്ളതാണ് കേട്ടോ.